നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അകത്തേക്ക് കയറുതെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ ബലമായിട്ട് കയറാൻ ശ്രമിക്കുക. ആവശ്യമില്ലാത്ത പറയല്ലേ. എടാ, ഞാൻ വഴക്കുണ്ടാക്കാൻ വന്നൊന്നുമല്ല. പ്രണവേ, നിന്നോട് എനിക്ക് കുറച്ച് സംസാരിക്കണം. നീ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നേ. പ്രണവേ, ഇറങ്ങി പോവല്ലേട്ടാ. മഴക്കുണ്ടാക്കാൻ വേണ്ടി തന്നെയാ വന്നിരിക്കുന്നത്. ചിലപ്പോ തല്ലുകയും ചെയ്യും. മരല്ലേ ഇങ്ങോട്ട്. നിനക്കത് എന്തിന്റെ കുഴപ്പ ശിവാനി? നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നേ? മാറിയിരിക്കും മുമ്പിൽ നിന്ന്. എന്റെ മുറിയുടെ വാതിക്കൽ വന്ന് നിന്നിട്ട് ഇവളോട് മാറിയിരിക്കാൻ പറയാൻ നിങ്ങളാരാ? ശിവാനിയോട് മാറിക്കേ. ഇയാൾ എന്ത് ചെയ്യുന്നു എനിക്കൊന്ന് കാണാമല്ലോ. ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക്. നിങ്ങൾക്ക് ഇപ്പൊ എന്തുവാ വേണ്ടത്? വഴക്കുണ്ടാക്കിയിട്ടൊന്നും മതിയായില്ലേ? താഴെ വെച്ച് തല്ലാൻ പറ്റാഞ്ഞിട്ടാണ് ഇപ്പൊ രഹസ്യമായിട്ട് മുറിയിലോട്ട് വന്നത്. എങ്കിൽ തല്ലെന്നേ. ഞാനൊന്ന് കാണട്ടെ. ഒന്ന് തല്ലെന്നേ. ആഹാ, ഞാൻ കൊളുത്തി വെച്ചൊരു തീയങ്ങ് ആളി പടരുന്നുണ്ടല്ലോ. നിനക്കിത് എന്താടാ പ്രണവെ പറ്റിയത്? ഞാൻ അതിന് നിന്നെ തല്ലണമെന്ന് പറഞ്ഞോ? നീ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? അപ്പൊ ഞാനാണ് ദേഷ്യപ്പെടുന്നേ അല്ലേ? നിങ്ങളപ്പോ ഓഫീസിൽ വെച്ച് കാണിച്ചെന്തുവാ? നേരത്തെ ഡൈനിങ് ടേബിളിൽ വെച്ച് കാണിച്ചെന്തുവാ? അതൊക്കെ സാരോപദേശമായിരുന്നോ? ഇപ്പൊ എന്നെ തല്ലാൻ വേണ്ടിട്ടല്ലേ എന്റെ മുറിയിലോട്ട് കയറി വന്നേ? എന്നാ എനിക്കൊന്ന് കാണണമല്ലോ. തല്ല് കാണട്ടെ. ഞാൻ പ്രായത്തിന് മൂത്തല്ലേന്നുകൊണ്ട് ബഹുമാനം തന്നപ്പോ അങ്ങ് തലേ കയറി നിരങ്ങാന്നായോ? എന്തും കാണിക്കാന്നായോ? ഈ തല്ല് ആർക്കാ കയ്യൂക്കുന്നൊന്ന് കാണണമല്ലോ. നിനക്കെന്താ ഭ്രാന്ത് വല്ലതുണ്ടോ? കാര്യം മനസ്സിലാക്കാതെ ചുമ്മാ വളവളാന്ന് അങ്ങനെ സംസാരിക്കില്ലേ. ദേ, ഈ നിൽക്കുന്നവള് പറയുന്നത് എന്തും തൊള്ള തൊടാതെ വിഴുങ്ങുന്ന നിന്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ, അത് ആദ്യം നിർത്ത് നീ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യ പറയുന്നത് കേട്ട് വാലാട്ടുന്ന നായയുടെ പണി ആദ്യം അങ്ങ് നിർത്ത്. അത് കഴിഞ്ഞിട്ട് എന്നെ ഉപദേശിക്കാൻ വന്നാ മതി കേട്ടോ. അയ്യോ, അത് കേട്ടപ്പോ സാറിനങ്ങ് ദേഷ്യം വന്നോ? നിങ്ങളുടെ ഭാര്യയെ പറഞ്ഞ നിങ്ങൾക്ക് ദേഷ്യം വരുമല്ലേ? എന്റെ ഭാര്യയെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ കേട്ടോണ്ടിരിക്കുന്നു കരുതിയോ? ഇനി അത് നടക്കത്തില്ല. ഇവരൊന്നും കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റുന്നില്ലല്ലോ. ഇത്രയ്ക്ക് ബുദ്ധിയില്ലാതെ പോരോടാ നിനക്ക്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പറയുന്നുണ്ടല്ലോ എനിക്ക് ബുദ്ധിയില്ല, കഴിവില്ല എന്നൊക്കെ. അത് തീരുമാനിക്കാൻ താനാരാ? ഒരിക്കൽ അനാഥനാണെന്നുള്ളൊരു ഇഷ്യൂ ഇവിടെ ഉണ്ടായപ്പോ എല്ലാം വലിച്ചെറിഞ്ഞ് എങ്ങോട്ടൊന്നില്ലാതെ ഭാര്യയുടെ കയ്യും പിടിച്ച് ഇറങ്ങിപ്പോയില്ലായിരുന്നോ? അന്ന് ഈ ബിസിനസ് മുഴുവൻ നോക്കി നടത്തിയത് ആരാ? ഈ ഞാനല്ലേ? എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? ഞാൻ മാസങ്ങളായിട്ട് നോക്കി നടത്തിയൊരു കമ്പനിയില് നിങ്ങൾ തിരികെ വന്നിട്ട് വസുന്ധരാരി അങ്ങ് ഇറക്കി വിട്ടിട്ട് ചെയർമാൻ കസേര കയറിയിട്ട് ഞെളിഞ്ഞ് അങ്ങോട്ട് ഇരുന്നു. ആ നിങ്ങളെപ്പോ എന്നെ ബിസിനസ് പഠിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്? ഞാനും അരിയാകഴി കഴിക്കുന്ന മനുഷ്യൻ തന്നെയാ. നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എങ്ങനെയെങ്കിലും എന്നെ അങ്ങ് ഒതുക്കണം, എന്നിട്ട് മൊത്തത്തിൽ അങ്ങോട്ട് സ്വന്തമാക്കണം. അനാവശ്യം പറഞ്ഞാണല്ലോ. അടിക്കണോ? അടിക്കണോ? താനൊന്ന് അടിച്ചു നോക്കണോ? അടിക്കണോ? അടിക്കണോ? അടിക്കാൻ അടിക്കാൻ പറഞ്ഞേ. കൈയെടുക്കാൻ ഇത് തന്നെ അവസരം. വിടാൻ. ബഹളം ഉണ്ടാക്കല്ലേ. അയ്യോ, ആരെങ്കിലും ഓടി വരണേ. എന്താ കാര്യം? ആന്റി ഒന്ന് വേഗം, ആന്റി ഒന്ന് വേഗമാ. എന്താ ശിവാനി? ആന്റി, ഗൗത ഞങ്ങളുടെ മുറിയിൽ വന്ന് പ്രണവനെ തല്ല്. ആരെങ്കിലും വന്നൊന്ന് പിടിച്ചു മാറ്റ്. അയ്യോ ദൈവമേ, എന്താ ശിവാനി നീ പറയുന്നേ? തല്ലുന്നോ? ആന്റി, കഥ പറഞ്ഞു നിൽക്കാനുള്ള സമയമില്ല. ഒന്ന് വേഗമാ ആന്റി, വേഗമാ. എന്താ ഓടി വാ. ഗൗതം പ്രണവനെ തല്ലിക്കൊല്ല. എന്റെ ദൈവമേ, അനിയനും ചേട്ടനും കൂടെ തമ്മിൽ തല്ലി ചാവൂല്ലേ ഇവിടെ? നീ എന്തിനാ ഗൗതം ഈ മുറിയിലേക്ക് കയറി വന്നേ? പ്രണവ് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങണമെന്ന് പറഞ്ഞപ്പോ അവിടെ വെച്ച് വഴക്കുണ്ടാക്കിയതും പോരാഞ്ഞിട്ട് പ്രണവിനെ തല്ലാനായിട്ട് വന്നതാ ഇവിടെ. ഞാനാ തടഞ്ഞു നിർത്തിയത്. ശിവാനി, നീ വായി തോന്നിയത് വിളിച്ചു പറയരുത്. ഗൗതം തല്ലുണ്ടാക്കാൻ വേണ്ടിയൊന്നും അല്ല ഇങ്ങോട്ട് വന്നത്. അതെനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എന്തിനാ ഗൗതം ഈ നേരത്തെ ഇങ്ങോട്ട് വന്നത്? താഴെ വെച്ച് തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കി പിരിഞ്ഞു പോയതല്ലേ ഇവര്? വീണ്ടും ഈ സമയത്ത് ഗൗതം ഇങ്ങോട്ട് വരേണ്ട കാര്യം എന്തായിരുന്നു? എന്താ നീയാണോ ഇവനെ കുത്തിയിളക്കി വിട്ടത്? അവസരം മുതലെടുത്ത് പ്രശ്നം എന്റെ തലയിൽ വെച്ച് കെട്ടാൻ നോക്കല്ലേ ആന്റി. പ്രണവിനോടൊരു നല്ല കാര്യം പറയാൻ വേണ്ടിട്ടാ ഗൗതം ഇങ്ങോട്ട് വന്നത്. എനിക്ക് നല്ല കാര്യം ചെയ്യാനാ. ആര്? ഇയാളാ? അതൊക്കെ വേറെ ആരോടെങ്കിലും ചെന്ന് പറഞ്ഞാൽ മതി.
വെറുതെ അങ്ങ് വിട്ടിയാവല്ലേ പ്രണവേ. ആദ്യം പറയുന്നത് സമാധാനമായിട്ട് കേൾക്കാനും മനസ്സിലാക്കാനും നോക്ക്. അല്ല, അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക. എന്നെ ഇങ്ങനെ ഉപദേശിക്കാനും വഴക്ക് പറയാനും തല്ലി നന്നാക്കാനും ഇയാള് പുറകെ നടക്കുന്നുണ്ടല്ലോ. കൂടെ കൂടെ ബുദ്ധിയില്ലാത്തവനെന്നും വിവരമില്ലാത്തവനെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നുണ്ടല്ലോ. താൻ ആരാ ഈ വീട്ടിലെ?